ഗുഡ് മോർണിംഗ് എവരി വൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് നോക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ്. വെറും നാല് ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഒരു പഴം, കുറച്ച് ഓട്സ്, പിന്നെ അത് ബ്ലെൻഡ് ചെയ്യാൻ ആവശ്യമുള്ള മിൽക്ക്, പിന്നെ വാനില എസൻസ് ഓപ്ഷണലാണ്. സോ നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലേക്ക് പോകാം. സോ ദിസ് ഈസ് ഷാൻ ജിയോ ചാനൽ മാറിപ്പോയി. ഷാൻ ചേട്ടാ ക്ഷമിക്കണേ. സോ ദിസ് ഇസ് ഫുഡ് ഇൻസ്പെക്ടർ. സോ ഇതെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരു മിക്സിയിലേക്ക് ഇടുക. നന്നായിട്ട് ആവശ്യത്തിനുള്ള പാലൊഴിക്കുക. നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. വാനില എസൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷണലാണ്, പക്ഷെ അത് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഷാർജ ഷേക്കിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ്. അപ്പം ഞാനത് കുറച്ച് എളുപ്പത്തിന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് നമ്മുടെ ദോശ കഴിക്കുന്ന ആ തവി കൊണ്ടൊക്കെ ഒഴിച്ച് നിരത്താവുന്നതാണ്. ചിലപ്പോൾ അത് കുറച്ച് കട്ടി കൂടുതലുണ്ടെങ്കിൽ നിരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും നേരിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിൽ നിന്ന് നേരെ ഒഴിക്കാം. അധികം പരത്തരുത്, ചെറിയ പാൻ കേക്ക്സ് മതി. സോ അത് ഇങ്ങനെ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. മൂടി വെച്ച് വയ്ക്കുക. ലോ ഫ്ലെയിം ഓർ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സോ വി വിൽ ഗെറ്റ് കാണാൻ നല്ല ഭംഗിയുള്ള പാൻ കേക്ക് ഒന്നും ആയിരിക്കില്ല. കാരണം അങ്ങനെ കിട്ടണമെങ്കിൽ നിങ്ങൾ പാൻ കേക്കിൻ്റെ ബാറ്റർ മേടിച്ച് തന്നെ ഉണ്ടാക്കേണ്ടി വരും. അത് അത്ര ഹെൽത്തി അല്ല, മൈദയൊക്കെ ഉണ്ടാവും. സോ ദിസ് വെരി ഹെൽത്തി. സോ ഇതുപോലുള്ള നല്ല റെസിപ്പീസിനായിട്ട് ഈ ചാനലൊന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ വി വിൽ സീ യു അഗൈൻ.